മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരുടെ ഒരു കംപ്ലൈന്റ് ആണ് ഫോൺ മെമ്മറി പെട്ടെന്ന് ഫുൾ ആവുക. എന്തെങ്കിലും ഒരു കാര്യം ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മെമ്മറി ഫുൾ ആണെന്നുള്ള മെസ്സേജ് കാണിക്കും അല്ലേ? അതിനുള്ള ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഈ രണ്ട് സെറ്റിംഗ്സ് ഉണ്ടാവും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന്റെ മെമ്മറി ഫുൾ ആവുന്ന ഒഴിവാക്കാൻ സാധിക്കും. നമ്മൾ മൊബൈൽ എന്തെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് മെമ്മറി ഫുൾ ആവുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രണ്ട് ടെക്നിക്ക് കാണിച്ചു. നമ്മൾ എന്തെങ്കിലും ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ നമ്മൾ എന്താ ആപ്ലിക്കേഷനോ ഇതൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഞാൻ കാണിച്ചത് നിങ്ങൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണുന്നില്ലേ? അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. രണ്ട് നല്ല അടിപൊളി ഒരു ഓപ്ഷൻ ആണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസ് പറയുന്ന ഒരു ഓപ്ഷൻ. അവിടെ നമുക്ക് ഏറ്റവും മുകളിൽ നോക്കിയാൽ ഓവർവ്യൂ എന്ന് കാണാം. അതിന്റെ തൊട്ടടുത്ത് മാനേജ് പറയുന്ന ഓപ്ഷൻ കാണാം. ഓവർവ്യൂ ഉണ്ട്, അതിന് തൊട്ടടുത്ത് മാനേജ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ മാനേജിൽ ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറെ സബ് ഓപ്ഷൻസ് ഒക്കെ കാണുന്നുണ്ട്. അതൊന്നുമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ മാനേജ് ആപ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. മാനേജ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ആ മാനേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ദിസ് ഡിവൈസ് പറയുന്ന ഓപ്ഷന്റെ താഴെയായിട്ട് കാണാം നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതായത് നമ്മൾ മുൻപ് ഇൻസ്റ്റാൾ ചെയ്തതോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഡിലീറ്റ് ചെയ്യപ്പെടാതെ കിടക്കുന്ന കാര്യങ്ങളോ ഒക്കെയാണ് നമുക്ക് നോട്ട് ഇൻസ്റ്റാൾഡ് കിടക്കുക. പക്ഷെ അതിന്റെയൊക്കെ ഫയൽ സൈസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഈ ഫയൽ സൈസ് അങ്ങനെ കാണിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മെമ്മറി വളരെ കുറഞ്ഞ അളവിൽ അവിടെ പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെയാണ് നിങ്ങൾ എന്താ ചെയ്യുക? അവിടെ റൈറ്റ് സൈഡിൽ ആ ടിക്ക് മാർക്കിലൊക്കെ ഒന്ന് ചെക്ക് ബോക്സിൽ ഒന്ന് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് മുകളിൽ എന്ത് ചെയ്യുക? ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കുക. ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ താഴെ റിമൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പരിധിയിൽ നമുക്ക് ചെറിയൊരു രീതിയിലാണെങ്കിൽ പോലും നമുക്ക് ഡാറ്റ അല്ലെങ്കിൽ സ്റ്റോറേജ് ലാഭിക്കാൻ പറ്റും. ഇനി രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് നേരെ പ്ലേ സ്റ്റോർ തന്നെ എടുക്കുക. അതിൽ ഏറ്റവും മുകളിൽ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ജനറൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ജനറൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ആ ജനറലിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഓട്ടോമാറ്റിക്കലി ആർക്കൈവ് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഓട്ടോമാറ്റിക്കലി ആർക്കൈവ്, അതായത് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അഥവാ സ്പേസ് ഇല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്ലേ സ്റ്റോറിന് എന്ത് ചെയ്യും? നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? തൽക്കാലത്തേക്ക് അവർ മാറ്റി വെച്ചിട്ട് നമ്മളുടെ ആപ്ലിക്കേഷൻസിന് അവർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്ഥലം തരും. അടിപൊളി ഒരു ഓപ്ഷനാണ്.